ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലണ്ടർ എന്നുള്ള ടോപ്പിക്കാണ്. UPSC എക്സാമിന് ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക് ഒന്ന് ഷുവർ ആയിട്ടും കിട്ടും. ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കലണ്ടറിനെ കുറിച്ച് അറിയാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും ആണ്. ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 365 ഡേയ്സ് ഉണ്ടാവും, അതായത് 52 വീക്കും ഒരു എക്സ്ട്രാ ഡേയും വരും. ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് 366 ഡേയ്സ് ഉണ്ടാവും, അതായത് 52 വീക്സും ഒരു 2 എക്സ്ട്രാ ഡേയ്സും ഉണ്ടാവും. ഒരു വീക്കിനേക്കാൾ എക്സ്ട്രാ വരുന്ന ഡേയ്സിനെ നമ്മൾ ഓഡ് ഡേയ്സ് എന്നാണ് പറയുക. അതായത് ഓർഡിനറി ഇയറിൽ നമുക്ക് ഒരു ഓഡ് ഡേയും ലീപ്പ് ഇയറിൽ നമുക്ക് 2 ഓഡ് ഡേയ്സും വരും. ഇനി നമുക്കറിയേണ്ടത് ലീപ്പ് ഇയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനറി ഇയർ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് തരുന്ന ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കാം. അതായത് ഇപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് 2012 ഓർഡിനറി ഇയർ ആണോ അതോ ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 12 ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 0 അല്ലെങ്കിൽ നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 12 ആണ്, അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലീപ്പ് ഇയർ ആണ്. സപ്പോസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതൊരു ഓർഡിനറി ഇയർ ആയിരിക്കും. അതായത് 2015നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എക്സാക്ട്ലി, അപ്പോൾ ഇതൊരു ഓർഡിനറി ഇയർ ആണ്. ഇനി സപ്പോസ് ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ എൻ്റെ നമ്പർ 1700, ഇതാണ് ഇയർ. ഈ ഇയർ ലീപ്പ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ നോക്കണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണെങ്കിൽ നമ്മൾ 4 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 1700 എന്നുള്ളത് 400 കൊണ്ട് ഡിവിസിബിൾ അല്ല, സോ ഇതൊരു ഓർഡിനറി ഇയർ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആവുന്ന, അതായത് സെഞ്ചുറി ഇയേഴ്സ് എല്ലാം നമ്മൾ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അല്ലാത്ത ഇയേഴ്സ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് അല്ലെങ്കിൽ 400 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് അതൊരു ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ ഓർഡിനറി ഇയർ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് നോട്ട് എ ലീപ്പ് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീപ്പ് ഇയർ അല്ലാത്തതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 ഡിജിറ്റ് എല്ലാം 0 ആണ്. സോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ലീപ്പ് ഇയർ ആണെങ്കിൽ അത് 400 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ 700 ഒഴികെ ബാക്കി എല്ലാം 400 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ലീപ്പ് ഇയർ അല്ലാത്തത് ഇവിടെ 700 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോർമലി ഒരു പെർട്ടിക്കുലർ ഇയർ തന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ഇയേഴ്സിൽ ഉള്ള ഡേ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ് വരുന്നത്. അതുപോലെ ലീപ്പ് ഇയർ ആണെങ്കിൽ എക്സ്ട്രാ വരുന്നത് 2 ഡേയ്സ് ആണ്. ഓഡ് ഡേ എന്ന് പറയുന്നത് 2 ആണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഡേ ഗെയിൻ ഓർ ലോസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 9th ഓഗസ്റ്റ് 2013 ഫ്രൈഡേ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 9th ഓഗസ്റ്റ് 2014, അതായത് വെരി നെക്സ്റ്റ് ഇയറിൽ സെയിം ഡേറ്റിൽ ഏതാണ് ഡേ എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓഗസ്റ്റ് 9th 2013 മുതൽ 9th ഓഗസ്റ്റ് 2014 വരെ എന്ന് പറയുമ്പോൾ ഒരു 1 ഇയർ 365 ഡേയ്സ് ആണ് വരുന്നത്. അതായത് ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് ഫ്രൈഡേ ആണെങ്കിൽ നമ്മൾ ഈ ഫ്രൈഡേയോടുകൂടെ ഒരു 1 ഡേ നെക്സ്റ്റ് ആയിരിക്കും വരുന്നത്, അതായത് സാറ്റർഡേ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ 9th ഓഗസ്റ്റ് 2014 എന്ന് പറയുന്നത് സാറ്റർഡേ ആയിരിക്കും. ഒരു ഓഡ് ഡേ ആണ് വരുന്നതെങ്കിൽ നമ്മൾ 1 ഡേ എക്സ്ട്രാ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതേപോലെ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. 24th ഡിസംബർ 2013 ട്യൂസ്ഡേ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 24th ഡിസംബർ 12th ഏത് ഡേ ആണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇയർ ബാക്കിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 2012 മുതൽ 2013 വരെ എന്ന് പറഞ്ഞാൽ 24th ഡിസംബർ 2012 മുതൽ 24 ഡിസംബർ 2013 വരെ നമുക്ക് അവിടെ 365 ഡേയ്സേ വരുന്നുള്ളൂ. 2012 ലീപ്പ് ഇയർ ആണ്, പക്ഷേ അവിടെ ഫെബ്രുവരി എന്നുള്ള മന്ത് ഇൻക്ലൂഡഡ് അല്ല. സോ നമുക്ക് 365 ഡേയ്സേ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അവിടെ എന്തേ വരുന്നുള്ളൂ, നമുക്കവിടെ ഒരു ഓഡ് ഡേ വരുന്നുള്ളൂ. സോ നമുക്ക് ഇത് 2013 ട്യൂസ്ഡേ ആണെങ്കിൽ 1 ഡേ ബാക്ക് ആയിരിക്കും നമ്മുടെ 2012 ഡിസംബറിൽ വരുന്നത്. അതായത് മൺഡേ ആയിരിക്കും നമ്മുടെ ഡേ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇനി ലീപ്പ് ഇയർ വരുന്ന കേസിൽ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ്റെ അകത്ത് ഫെബ്രുവരി എന്ന് പറയുന്നത് 28 ഡേയ്സ് ആണോ 29th ഡേ ആണോ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രമേ അതൊരു ലീപ്പ് ഇയറിൻ്റെ ആ 366 ഡേയ്സ് വരുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നതിൽ 25 ഡിസംബർ 2011 വെനസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 25th ഡിസംബർ 2012 ആണ്. 2012 ഒരു ലീപ്പ് ഇയർ ആണ്. സോ ഫെബ്രുവരി അതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 366 ഡേയ്സ് ആണ് വരിക. സോ നമുക്ക് അവിടെ ഓഡ് ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. ലീപ്പ് ഇയറിൻ്റെ കേസിൽ ഓഡ് ഡേ 2 ആണ്. അപ്പോൾ ഓൾറെഡി 2011 വെനസ്ഡേ ആണെങ്കിൽ അതിനോട് 2 ഡേയ്സ് കൂട്ടിയതായിരിക്കും നമ്മുടെ
2012 ഡിസംബർ 25 എന്ന് പറയുന്നത്, അതായത് 25 ഡിസംബർ എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും. അടുത്ത UPSCയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കലണ്ടർ റിപ്പീറ്റേഷൻ. അതായത് ഒരു ഇയർ തന്നിട്ട് അതേ സെയിം കലണ്ടർ വരുന്നത് ഏത് ഇയറിലാണെന്ന് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 24ലും ചോദിച്ചിട്ടുണ്ട്, 19ലും, അതുപോലെ പല ഇയേഴ്സിലും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അത് അറിയാൻ ആകെ നമ്മൾ ഒരു കാര്യം അറിയണ്ടോ, ലീപ്പ് ഇയർ ആണോ, ലീപ്പ് ഇയറിനേക്കാൾ എത്ര അഡീഷണൽ ആണെന്ന് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ തന്നിരിക്കുന്ന ഇയേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ലീപ്പ് ഇയറിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഇയർ ലീപ്പ് ഇയറിനേക്കാൾ ഒന്ന് കൂടുതലാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആഫ്റ്റർ 6 ഇയേഴ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഇയർ 2013 ആണെന്ന് വിചാരിക്കാം. 2013 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ലീപ്പ് ഇയർ ആണ്, അതിനേക്കാൾ ഒന്ന് കൂടുതലാണ്. സോ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ 6 ഇയേഴ്സ് ആയിരിക്കും, അതായത് 2019 അത് വീണ്ടും സെയിം കലണ്ടറായിട്ട് വരുന്നത്. അതേപോലെയാണ് ലീപ്പ് ഇയറിനേക്കാൾ 2 കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 3 കൂടുതലാണെങ്കിൽ 11 ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ വരുന്നത് ഒരു ലീപ്പ് ഇയർ തന്നെയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ 28 ഇയേഴ്സ് ആയിരിക്കും. സോ നമ്മൾ 28 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇയർ ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ അതേ കലണ്ടർ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 24ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 2025 സെയിം ആയിട്ട് വരുന്ന കലണ്ടർ ഏതാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2025 എന്ന് പറയുമ്പം 2024 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതായത് 24 ഒരു ലീപ്പ് ഇയർ ആണ്. 24നേക്കാൾ ഒരു ഇയർ അധികമാണ് 25 വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് 2025നോട് 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2031 ആണ്. സോ അതേ കലണ്ടർ വരുന്നത് 2031 ഇനി വരുന്നൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. നമുക്ക് ഇതേപോലെ 10th October 2027 അത് ഏത് ഡേ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ അതിന് മുമ്പേ ഓഡ് ഡേയ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ഓർഡിനറി ഇയറിൽ നമുക്ക് ഓഡ് ഡേ 1 ആണ്. അതുപോലെ ലീപ്പ് ഇയർ ആണെങ്കിൽ 2 days ആയിരിക്കും ഓഡ് ഡേ വരുന്നത്. ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു വീക്കിനേക്കാൾ എക്സ്ട്രാ എത്ര വരുന്നു എന്നുള്ളത്. അതേപോലെ നമ്മൾ ഫസ്റ്റ് 100 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ 100 ഇയേഴ്സിനകത്ത് 5 ഓഡ് ഡേയ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ 200 ഇയേഴ്സ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഓഡ് ഡേ എന്ന് പറയുന്നത് 3 ഓഡ് ഡേയ്സ് ആയിരിക്കും. അതുപോലെ 300 ഇയേഴ്സിൽ 1 ഓഡ് ഡേയും 400 ഇയേഴ്സിൽ വരുന്നത് നമുക്ക് 0 ഓഡ് ഡേ. നമ്മൾ ഇതാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. 400 അല്ലെങ്കിൽ 400ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന എല്ലാ ഇയേഴ്സിലും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ 400ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഇയേഴ്സിലെല്ലാം നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡേ ഏത് പെർട്ടിക്കുലർ ഡേ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഇയർ വെച്ചിട്ട് നമുക്ക് ഓഡ് ഡേ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓഡ് ഡേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് 0 ആണെങ്കിൽ ഡേ എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും, 1 ആണെങ്കിൽ മൺഡേ, 2 ട്യൂസ്ഡേ, 3 വെനസ്ഡേ, അങ്ങനെയായിരിക്കും നമ്മളെ ഓഡ് ഡേയ്സിനനുസരിച്ച് നമ്മുടെ ഡേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 10th October 2027 ആണ്. സോ 2027 എന്നുള്ള ഇയറിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള ഇയർ വരെ എടുക്കാം, 2026 വരെ. കാരണം 2027 കംപ്ലീറ്റ് ഇല്ല, അത് ഒക്ടോബർ വരെയുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മന്തായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ 2026ൻ്റെ അടുത്ത് വരുന്ന 400ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 2000 ആണ്. സോ നമുക്കിതിനെ 2000 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് ബാക്കി വരുന്നത് 26 ഇയേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നതിനെ നമ്മൾ മന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഒക്ടോബർ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ജാനുവരി ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇയറിനെ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇതിനടുത്ത് വരുന്ന ആദ്യത്തെ 400ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 2000 എടുത്തു, ബാക്കി വരുന്ന ഇയർ 26 ഇയേഴ്സ് ആണ്. ബാക്കി എല്ലാ മന്തും ഞാൻ അതുപോലെ എഴുതി. ഒക്ടോബറിൽ 10 ഡേയ്സും ആണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ സ്പെസിഫിക് സെക്ഷനിലും എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 2000 എന്നുള്ളത് 400ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അവിടെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്നുള്ളത് 0 ആണെന്ന് അറിയാം. ഇനി ഈ 26 ഇയേഴ്സിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് 26 ഇയേഴ്സിനകത്ത് എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ടെന്ന് അറിയണം. അതിന് 26നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24. അപ്പോൾ നമുക്ക് വരുന്ന കോഷ്യൻ്റ് മാത്രം നോക്കിയാൽ മതി. 6 ആണ് നമ്മുടെ കോഷ്യൻ്റ് വന്നിരിക്കുന്നത്. അതിനർത്ഥം 26 ഇയേഴ്സിനകത്ത് 6 ഇയേഴ്സ് എന്നുള്ളത് എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പോൾ 6 ഇയേഴ്സ് ലീപ്പ് ഇയർ ആണെങ്കിൽ ബാക്കി 20 ഇയേഴ്സ് എന്നുള്ളത് ഓർഡിനറി ഇയർ ആയിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലീപ്പ് ഇയറിനകത്ത് 2 ഓഡ് ഡേയ്സ് വരുന്നുണ്ട്, ഓർഡിനറി ഇയറിനകത്ത് 1 ഓഡ് ഡേ ആണ് വരുന്നത്. സോ 6 ലീപ്പ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ 6 × 2 ഓഡ് ഡേയ്സ് വരും. അതുപോലെ 20 × 1 20
ഓഡ് ഡേയ്സ് വരും. സോ നമുക്കിവിടെ വരുന്നത് 32 ആണ് ടോട്ടലി വരുന്നത്. 12 + 20 32. ഈ 32 ഡേയ്സിനകത്ത് 32 എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര അധികം ഉണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 7നേക്കാൾ എക്സ്ട്രാ വരുന്നതാണ്. 7ന്റെ മൾട്ടിപ്പിളായ 28നേക്കാൾ 4 അഡീഷണൽ ആണ് 32. സോ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ 4 ഓഡ് ഡേയ്സ് എന്ന് എഴുതാം. അതായത് 26 ഇയേഴ്സിൽ നമുക്ക് 4 ഓഡ് ഡേയ്സ് ഉണ്ട്. 2000-ൽ 0, 26-ൽ 4 ഓഡ് ഡേയ്സ് ഉണ്ട്. ഇനി ഓരോ മന്ത് ആയിട്ട് നോക്കാം. ജാനുവരി 31 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ 7ന്റെ മൾട്ടിപ്ലൈ 28നേക്കാൾ 3 കൂടുതൽ. സോ നമുക്ക് അവിടെ വരുന്ന ഓഡ് ഡേ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഫെബ്രുവരി ഈ 2027 എന്ന് പറയുന്നത് ഓർഡിനറി ഇയർ ആണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണുള്ളത്. സോ ഓഡ് ഡേ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഗെയിൻ മാർച്ചിൽ വീണ്ടും 3 ഓഡ് ഡേയ്സ് വരും. ഏപ്രിൽ 30 ഡേയ്സ് ആണ്. സോ 2 ഓഡ് ഡേയ്സ്. മെയ് 3 ഓഡ് ഡേയ്സ്. എഗെയിൻ ജൂൺ 2 ഓഡ് ഡേയ്സ്. ജൂലൈ 3, ഓഗസ്റ്റ് 3, സെപ്റ്റംബർ 2. എഗെയിൻ ഒക്ടോബറിൽ നമുക്ക് വരുന്നത് 10 ഡേയ്സ് ആണ്. 7നേക്കാൾ 3 ഡേയ്സ് കൂടുതൽ. സോ +3. നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കിട്ടും. എഗെയിൻ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 4 + 3 7 ആവുകയാണെങ്കിൽ ബാക്കി ആഡ് ചെയ്യേണ്ട. കാരണം 7ന്റെ കേസിൽ ഓഡ് ഡേ എന്ന് പറയുമ്പോൾ 0 ആണ്. ഇനി ബാക്കിയുള്ളത് ആഡ് ചെയ്താൽ മതി. 5, 10, 15, 18 + 3 21 ആണ് വന്നിരിക്കുന്നത്. 21 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് എന്തായി മാറും? 0 ആയി മാറും. സോ 0 ആണെങ്കിൽ അത് ഏത് ഡേ ആണ്? സൺഡേ ആണ്. സോ 10th ഒക്ടോബർ 2027 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 22-ൽ ചോദിച്ചതാണ്. വിച്ച് ഡേറ്റ് ഓഫ് ദ ജൂൺ 2099 എമംഗ് ദ ഫോളോയിങ് ഈസ് സൺഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പർട്ടിക്കുലർ ഡേറ്റ് തന്നില്ല. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത് ജൂൺ 2099 ജൂൺ 1 ഏത് ഡേ ആണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് സൺഡേ വരുന്നത് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതേപോലെ നമ്മൾ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യുക. 2000 + 98. ഇനി ജൂൺ വരെയുള്ള മന്ത് ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ജാനുവരി, ഫെബ്രുവരി, അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് 2000 + 98 ഇയേഴ്സ്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ. ജൂണിലെ ഫസ്റ്റ് ഡേ അതായത് ഒരു ഡേ ആണ്. സോ അത് 1 എന്നും കൊടുത്തു. ഇനി ഇത് വരുന്ന ഓഡ് ഡേയ്സ് നോക്കാം. അപ്പോൾ 2000-ൽ നമുക്കറിയാം നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്നുള്ളത് 0 ആണ്. ഇനി 98-ൽ എത്ര ഓർഡിനറി ഇയർ ഉണ്ട്, എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കണം. 98നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സോ നമുക്കിവിടെ വരുന്നത് 24 ലീപ്പ് ഇയർ ഉണ്ട്. സോ 24 ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ആണ്. സോ 24 × 2 48 അവിടെ വരും. അതേപോലെ തന്നെ 24 കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇയേഴ്സ് 74 ഇയേഴ്സും. സോ ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ്. സോ 74. ഇവിടെ നമുക്ക് 48 എന്ന് പറയുമ്പോൾ 42 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ 6 ഓഡ് ഡേ വരും. +70 7ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 4. സോ എഗെയിൻ ഇത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 7നേക്കാൾ 3 കൂടുതലാണത്. സോ 98 ഇയേഴ്സിൽ നമുക്ക് 3 ഓഡ് ഡേയ്സ് വരും. ഇനി ഓരോ മന്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ജാനുവരിയിൽ നമുക്ക് 3 വരും. ഫെബ്രുവരി 2099 എന്ന് പറയുമ്പോൾ ഓർഡിനറി ഇയർ ആണ് 0. മാർച്ച് 3, ഏപ്രിൽ 2, മെയ് 3, എഗെയിൻ ജൂണിലെ 1. സോ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 15 ആണ്. അതായത് 7ന്റെ മൾട്ടിപ്ലൈ 14നേക്കാൾ 1 അഡീഷണൽ. സോ നമുക്ക് ഇവിടെ വരുന്ന ഓഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അല്ലെങ്കിൽ 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഏതാണ്? 1 ആണ്. ഓഡ് ഡേ 1 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജൂൺ 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏത് ഡേ ആണ് സൺഡേ വരുന്നതാണ്. ജൂൺ 1 മൺഡേ ആണെങ്കിൽ എഗെയിൻ ജൂൺ 8 ആഫ്റ്റർ 7 ഡേയ്സ് കഴിയുമ്പം അതേ ഡേ റിപ്പീറ്റ് ചെയ്യും. ജൂൺ 8 മൺഡേ ആയിരിക്കും. അപ്പോൾ 7th ജൂൺ 7th ആയിരിക്കും സൺഡേ വരുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ.